ഗൾഫ് മേഖലയിൽ ഒരു സംഘർഷമുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം കണ്ണോടിക്കുന്നത് എണ്ണയിലേക്കാണ്. കപ്പൽ ഗതാഗതത്തിലും കടലിടുക്കുകളിലെ സൈനിക നീക്കങ്ങളിലും ആഗോളതലത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ ആ അസ്വസ്ഥതയുടെ ആദ്യ സൂചനകളായി നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഈ പ്രദേശത്തിൻ്റെ യഥാർത്ഥ ദുർബലത കിടക്കുന്നത് മറ്റൊരിടത്താണ്. അത് ലോകം ഇതുവരെ കാര്യമായി ചർച്ച ചെയ്യാത്ത ഒന്നാണ്. ഇവിടുത്തെ കോടിക്കണക്കിന് ജനങ്ങൾ കുടിക്കുന്ന വെള്ളം പ്രകൃതിദത്തമായി ലഭിക്കുന്നതല്ല. പ്രകൃതി ഇവിടെ മനുഷ്യന് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ശുദ്ധജലം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് കൃത്രിമമായി നിർമ്മിച്ചെടുക്കേണ്ട ഒന്നാണ്. തീരപ്രദേശങ്ങളിൽ രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന കൂറ്റൻ ഡീസാലിനേഷൻ പ്ലാന്റുകൾ കടൽ വെള്ളത്തെ ശുദ്ധജലമാക്കി മാറ്റുന്നു. ദുബായ്, അബുദാബി, ദോഹ, റിയാദ് തുടങ്ങിയ വൻ നഗരങ്ങൾ ഇന്ന് കാണുന്ന പ്രൗഢിയിൽ നിലനിൽക്കുന്നത് തന്നെ ഈ പ്ലാന്റുകളുടെ കരുത്തിലാണ്. പക്ഷേ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു ദുരന്തം ഈ പ്ലാന്റുകൾക്ക് സംഭവിച്ചാൽ ഈ നഗരങ്ങൾക്ക് എന്ത് സംഭവിക്കും? ബഹ്റൈനിലെ അൽദോർ പ്ലാന്റ് ദിവസേന 10 ലക്ഷത്തിലധികം ആളുകൾക്കാണ് കുടിവെള്ളം എത്തിക്കുന്നത്. സൗദിയിലെ റാസൽ കെയർ പ്ലാന്റ് ആകട്ടെ ഇതിലും വലിയ തോതിലാണ് ഉൽപ്പാദനം നടത്തുന്നത്. GCC രാജ്യത്തിലുടനീളം ഇത്തരം 100 കണക്കിന് പ്ലാന്റുകളുണ്ട്. എന്നാൽ ചെറിയൊരു തടസ്സം പോലും താങ്ങാൻ കഴിയാത്തവയാണ് ഈ വമ്പൻ സംവിധാനങ്ങൾ. 2009 അമേരിക്ക പുറത്തുവിട്ട ഒരു അതീവ രഹസ്യ നയതന്ത്ര രേഖ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ആ വിലയിരുത്തൽ പ്രകാരം സൗദിയുടെ തലസ്ഥാനമായ റിയാദിലെ കുടിവെള്ളത്തിൻ്റെ 90% നൽകുന്നത് ജുബൈൽ എന്ന ഒറ്റ പ്ലാന്റാണ്. ഈ പ്ലാന്റോ ഇതിൽ നിന്നുള്ള പൈപ്പ് ലൈനുകളോ അതുമല്ലെങ്കിൽ ഇതിലേക്ക് ആവശ്യമായ വൈദ്യുതി ബന്ധമോ ഏതെങ്കിലും തരത്തിൽ തകരാറിലായാൽ സൗദി ഭരണകൂടത്തിന് തലസ്ഥാന നഗരിയിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കാൻ വെറും ദിവസങ്ങൾ മാത്രമേ ലഭിക്കൂ. ചിന്തിച്ചു നോക്കുക, ലക്ഷക്കണക്കിന് ജനങ്ങൾ താമസിക്കുന്ന ഒരു ആധുനിക നഗരം കുടിവെള്ളം മുട്ടിയാൽ വെറും 48 അല്ലെങ്കിൽ 72 മണിക്കൂറുകൾ കൊണ്ട് ഒരു പ്രേത നഗരമായി മാറും. 17 വർഷം മുമ്പുള്ള വിലയിരുത്തലാണിത്. അതിനുശേഷം ജനസംഖ്യയും ഈ പ്ലാന്റുകളോടുള്ള ആശ്രയത്വവും ഇരട്ടിയായി വർദ്ധിക്കുകയല്ലാതെ കുറഞ്ഞിട്ടില്ല. എന്നിട്ടും എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ ഉപയോഗിക്കാൻ ഒരു ബദൽ പ്ലാൻ ഇന്നും ഈ രാജ്യങ്ങളുടെ പക്കലില്ല. ശുദ്ധജലം വൻതോതിൽ സംഭരിച്ചു വെച്ചിട്ടില്ല. മാത്രമല്ല മറ്റൊരിടത്തു നിന്ന് പെട്ടെന്ന് എത്തിക്കുക അസാധ്യവുമാണ്. മുൻകാലങ്ങളിൽ യുദ്ധമുണ്ടായാലും ഈ ജീവനാഡികളെ ആരും തൊടാറില്ലായിരുന്നു. അത് യുദ്ധ നിയമങ്ങളുടെ ഭാഗമായുള്ള ഒരു അലിഖിത ധാരണയായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ഭയപ്പെടുത്തുന്ന രീതിയിൽ മാറുകയാണ്. അടുത്തിടെ 2 പ്ലാന്റുകൾ ആക്രമിക്കപ്പെട്ടു. നാശനഷ്ടങ്ങൾ ചെറുതാണെങ്കിലും വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ ലക്ഷ്യമിടാം എന്നൊരു അപകടകരമായ കീഴ്വഴക്കം അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. യുദ്ധം നീണ്ടുപോകുമ്പോൾ ജലസ്രോതസ്സുകൾ അതിൻ്റെ ഭാഗമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. കാരണം എണ്ണ പ്രതിസന്ധി രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെയാണ് തകർക്കുന്നതെങ്കിൽ ജലപ്രതിസന്ധി തകർക്കുന്നത് ഒരു ജനതയുടെ ജീവനെയാണ്. ഇതിനിടയിലാണ് യമനിലെ ഹൂത്തികൾ ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തി യുദ്ധത്തിൽ പങ്കാളികളാവുന്നത്. ലോകത്തിലെ ഏറ്റവും വരണ്ട പ്രദേശങ്ങളിലൊന്നാണ് ഗൾഫ് മേഖല. ഇവിടെ വറ്റാത്ത നദികളില്ല, മഴയും വളരെ കുറവാണ്. ചരിത്രപരമായി നോക്കിയാൽ ഇവിടുത്തെ ചെറിയ ഗോത്രങ്ങളും ജനവിഭാഗങ്ങളും ഭൂഗർഭജലത്തെയും ചെറിയ അരുവികളെയും ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. എന്നാൽ നഗരങ്ങൾ വികസിക്കുകയും ജനസംഖ്യ കുതിച്ചുയരുകയും ചെയ്തതോടെ ഈ പ്രകൃതിദത്ത സ്രോതസ്സുകൾ പൂർണ്ണമായും വറ്റിവരണ്ടു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് പ്രതിവർഷം ഒരാൾക്ക് 500 ക്യൂബിക് മീറ്ററിൽ താഴെ വെള്ളം മാത്രം ലഭിക്കുന്ന അവസ്ഥയാണ് കടുത്ത ജലക്ഷാമം. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇത് വെറും 120 ക്യൂബിക് മീറ്റർ മാത്രമാണ്. ഈ അവസ്ഥയെ ജലക്ഷാമം എന്ന് വിളിച്ചാൽ അത് വളരെ ചെറിയൊരു വാക്കായി പോകും. ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ജീവിക്കാൻ തുള്ളി വെള്ളമില്ലാത്ത ഈ മണ്ണിൽ 6 കോടിയിലധികം ജനങ്ങൾ എങ്ങനെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്? ഈ രാജ്യങ്ങൾ തങ്ങളുടെ നിലനിൽപ്പിനായി കടൽ വെള്ളം ശുദ്ധീകരിക്കുന്നതിനെയാണ് ആശ്രയിക്കുന്നത്. സൗദി അറേബ്യയിൽ ഇത് മൊത്തം ജലവിതരണത്തിൻ്റെ 18%, UAEയിൽ ഇത് 41%, ഖത്തറിൽ 61%. എന്നാൽ ഈ കണക്കുകളിൽ വ്യവസായങ്ങളും കൃഷിയും ഉൾപ്പെടുന്നുണ്ട്. കുടിവെള്ളത്തിൻ്റെ കാര്യം മാത്രമെടുത്താൽ ഗൾഫ് മേഖലയിലാകെ 80% നൽകുന്നത് ഈ ഡീസാലിനേഷൻ പ്ലാന്റുകളാണ്. ലളിതമായി പറഞ്ഞാൽ കടൽ വെള്ളത്തിൽ നിന്നും ഉപ്പ് വേർതിരിക്കുന്ന പ്രക്രിയയാണിത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രീതിയാണ് റിവേഴ്സ് ഓസ്മോസിസ്. കടൽ വെള്ളത്തെ ഉയർന്ന മർദ്ദത്തിൽ അതിസൂക്ഷ്മമായ സുഷിരങ്ങളുള്ള പാളികളിലൂടെ കടത്തിവിടുന്നു. ഈ പാളികൾ വെള്ളത്തെ മാത്രം കടത്തിവിടുകയും ഉപ്പും മറ്റ് അശുദ്ധികളും തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. ഇതിനുശേഷം ആവശ്യമായ ലവണങ്ങൾ ചേർത്ത് അണുവിമുക്തമാക്കിയാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. മറ്റൊരു രീതി തെർമൽ ഡിസ്റ്റിലേഷനാണ്.
അതായത് കടൽവെള്ളം ചൂടാക്കി ആവിയാക്കി മാറ്റി ഉപ്പ് താഴെ നിർത്തിയ ശേഷം ആ ആവിയെ വീണ്ടും തണുപ്പിച്ച് ശുദ്ധജലമാക്കുന്ന രീതി. കേൾക്കുമ്പോൾ ലളിതമാണെന്ന് തോന്നുമെങ്കിലും ഇവ രണ്ടും തുടർച്ചയായി പ്രവർത്തിക്കാൻ ഭീമമായ ഊർജം ആവശ്യമാണ്. വൻകിട പമ്പുകൾ ഇതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കണം. ഈ നിരന്തരമായ ഒഴുക്ക് ഒരിക്കലും തടസ്സപ്പെടാൻ പാടില്ലാത്തതുമാണ്. കാലക്രമേണ ഈ സാങ്കേതിക വിദ്യ വികസിക്കുകയും ഇന്ന് ലോകത്തുൽപ്പാദിപ്പിക്കപ്പെടുന്ന ശുദ്ധീകരിച്ച കടൽ വെള്ളത്തിൻ്റെ 30% ഗൾഫ് രാജ്യങ്ങളിലാണ് നിർമ്മിക്കപ്പെടുന്നത്. GCC രാജ്യങ്ങളിലുടനീളം 400-ലധികം പ്ലാന്റുകൾ ഇതിനായി പ്രവർത്തിക്കുന്നു. എന്നാൽ ഈ സംവിധാനത്തിൻ്റെ ഘടനയാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഇതിന് വലിയ തോതിൽ ഊർജം ആവശ്യമുള്ളതിനാൽ ഈ പ്ലാന്റുകൾ പവർ ഗ്രിഡുകളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പലയിടങ്ങളിലും വൈദ്യുതിയും വെള്ളവും ഒരേ പ്ലാന്റിൽ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇതിനർത്ഥം പവർ സപ്ലൈ തടസ്സപ്പെട്ടാൽ വെള്ളത്തിൻ്റെ പമ്പിങ്ങും നിലയ്ക്കും എന്നാണ്. ഈ പരസ്പര ബന്ധിതമായ അവസ്ഥയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. ഈ പ്ലാന്റുകൾ തുടർച്ചയായ പ്രവർത്തനങ്ങൾക്കായി നിർമ്മിച്ചിട്ടുള്ളവയാണ്. ഇവ ഇടയ്ക്കിടെ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും സാധിക്കില്ല. ഗൾഫ് രാജ്യങ്ങൾക്ക് ജലസംഭരണികൾ ഉണ്ടെങ്കിലും അവ ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രമേ തികയുകയുള്ളൂ. ഉദാഹരണത്തിന് സൗദിക്ക് റിയാദിനടുത്ത് 11 ദശലക്ഷം ക്യൂബിക് മീറ്റർ സംഭരണ ശേഷിയുണ്ട്. അത്യാധുനികമായ ഒരു സംവിധാനത്തിന് ഇത് വലിയൊരു തുകയാണ്. എന്നാൽ അടിയന്തര ഘട്ടങ്ങളിൽ ഇത് വെറും കുറച്ച് ദിവസങ്ങളിലേക്ക് മാത്രമേ തികയൂ. ഒന്നിലധികം പ്ലാന്റുകൾ ഒരേ സമയം തകരാറിലായാൽ കാര്യങ്ങൾ പൂർണ്ണമായും നിയന്ത്രണാതീതമാകും. ടാങ്കറുകൾ വഴിയുള്ള ജലവിതരണമൊക്കെ താൽക്കാലികമായ ഓട്ടയടയ്ക്കലുകൾ മാത്രമാണ്. നഗരങ്ങളിലെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് അതൊന്നിനും തികയില്ല. ചുരുക്കത്തിൽ ഈ പ്ലാന്റുകൾ തകർന്നാൽ ഒരു പ്ലാൻ ബി ഇല്ല എന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം. നല്ല രീതിയിൽ പോയിരുന്ന ഈ സംവിധാനമാണ് ഇറാനുമായുള്ള സംഘർഷത്തിൽ ഇപ്പോൾ പുതിയ ഇരയായി മാറുന്നത്. ഇറാൻ്റെ കയ്യിലുള്ള ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ഈ പ്ലാന്റുകൾക്ക് മുകളിൽ എപ്പോഴും ഒരു ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട്. യുദ്ധത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ സൈനിക താവളങ്ങളും എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും മാത്രമാണ് ആക്രമിക്കപ്പെട്ടത്. എന്നാൽ മാർച്ച് മാസത്തിൽ കാര്യങ്ങളാകെ മാറിമറിഞ്ഞു. ഇറാൻ്റെ കെഷും ദ്വീപിലെ ഒരു ഡിസാലിനേഷൻ പ്ലാന്റ് ആക്രമിക്കപ്പെട്ടു. അമേരിക്കയാണ് ആക്രമിച്ചത് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. അതോടെ 30ഓളം ഗ്രാമങ്ങളിലെ ജലവിതരണം തടസ്സപ്പെട്ടു. നാശനഷ്ടം വലുതാണെങ്കിലും അതൊരു വലിയ മുന്നറിയിപ്പായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ കുടിവെള്ള പ്ലാന്റിന് നേരെ ബോംബിടാം എന്ന പുതിയൊരു രീതി അവിടെ തുടങ്ങുകയായിരുന്നു. അതിനുശേഷമാണ് ബഹ്റിനിലെ പ്ലാന്റിന് നേരെ ഇറാൻ്റെ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. അവിടെയും വലിയ തകരാറുകൾ സംഭവിച്ചില്ല. പക്ഷേ ശത്രുക്കൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന സന്ദേശം വ്യക്തമായിരുന്നു. യുദ്ധങ്ങളിൽ പരിധികൾ ലംഘിക്കപ്പെടുന്നത് പെട്ടെന്നല്ല, മറിച്ച് സാവധാനത്തിലാണ്. ഒരിക്കലൊരു പുതിയ ലക്ഷ്യസ്ഥാനം ആക്രമിക്കപ്പെട്ടാൽ പിന്നീട് അതിനു നേരെ വീണ്ടും ആക്രമണം നടത്താൻ ആർക്കും മടിയുണ്ടാകില്ല. പക്ഷേ ഈ യുദ്ധത്തിൽ ഇറാന് ലഭിക്കുന്ന തന്ത്രപരമായ ആ മേൽക്കൈ എന്താണ്? ഇവിടെയാണ് ഏറ്റവും രസകരമായ ഒരു കാര്യമുള്ളത്. ഈ ഭൗമരാഷ്ട്രീയ സമവാക്യത്തിൽ ഇറാന് വലിയൊരു മുൻതൂക്കമുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ ജനങ്ങൾ പൂർണ്ണമായും കടൽവെള്ളത്തെ ആശ്രയിക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ ഭൂരിഭാഗം വെള്ളവും റിസർവോയറുകളിൽ നിന്നും ഭൂഗർഭജലത്തിൽ നിന്നുമാണ് കണ്ടെത്തുന്നത്. അവർക്ക് വലിയ നദികളും ഡാമുകളുമുണ്ട്. ഡിസാലിനേഷൻ പ്ലാന്റുകൾ ഇറാൻ്റെ ജലവിതരണത്തിൻ്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ വരുന്നുള്ളൂ. ഇതിനർത്ഥം ജലസ്രോതസ്സുകൾക്ക് നേരെ ഒരു ആക്രമണമുണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അറബ് രാജ്യങ്ങളെ ആയിരിക്കും. ഇറാന് ഇതൊരു ചെറിയ നഷ്ടമായിരിക്കും. ഈ അസമത്വം കാരണം യുദ്ധത്തിൽ ഇറാന് വലിയൊരു വിലപേശൽ ശക്തി ലഭിക്കുന്നു. നേരിട്ടുള്ള ആക്രമണം മാത്രമല്ല ഈ പ്ലാന്റുകളുടെ ഭീഷണി. പ്ലാന്റുകൾ കടലിൽ നിന്നും വെള്ളമെടുക്കുന്ന പൈപ്പുകൾക്ക് സമീപമുണ്ടാകുന്ന ചെറിയൊരു എണ്ണച്ചോർച്ച പോലും ഇതിൻ്റെ പ്രവർത്തനങ്ങളെ നിശ്ചലമാക്കാൻ കാരണമാകും. അങ്ങനെയുണ്ടായാൽ ഫിൽറ്ററുകൾ കേടാകുകയും ഉൽപ്പാദനം പൂർണ്ണമായും നിർത്തിവെക്കേണ്ടിയും വരും. ഇത് വെറും ഒരു സങ്കല്പമല്ല. 1991 ഗൾഫ് യുദ്ധത്തിൽ ഇറാഖി സൈന്യം ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണയാണ് കടലിലേക്ക് ഒഴുക്കിവിട്ടത്. ഇതൊരു വലിയ ഓയിൽ സ്ലിക്കായി മാറുകയും സൗദി അറേബ്യയിലെ കുടിവെള്ള പ്ലാന്റുകളിലേക്ക് പടരാതിരിക്കാൻ മാസങ്ങളോളം കഠിനമായി പരിശ്രമിക്കേണ്ടി വരികയും ചെയ്തു. അന്ന് തലനാരിഴയ്ക്കാണ് ഒരു വലിയ ദുരന്തം ഒഴിവായത്. ഇനി യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇറാൻ വലിയ തോതിൽ ഇത്തരം പ്ലാന്റുകൾ ആക്രമിക്കാൻ തുടങ്ങിയാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് തിരിച്ചടിക്കാതിരിക്കാൻ കഴിയില്ല. അവർ തങ്ങളുടെ സർവ്വശക്തിയും എടുത്ത് കടുത്ത തിരിച്ചടി നൽകും. അതോടെ ഈ മേഖല ഒരു വലിയ യുദ്ധത്തിലേക്ക് വഴിമാറും. ഇരുവശത്തും ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളമില്ലാതെ വരും. നഗരങ്ങളിൽ നിന്നും ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്യും. അത് മനുഷ്യരാശിക്ക് തന്നെ വലിയ ദുരന്തത്തിന് വഴിവെക്കും. ഇതുവരെ ഒരു വലിയ ദുരന്തം ഉണ്ടാകാതിരുന്നത് ഇരുവിഭാഗവും കാത്തുസൂക്ഷിച്ച ആത്മസംയമനം കൊണ്ടാണ്. എന്നാൽ യുദ്ധങ്ങളിൽ എപ്പോഴും ആത്മസംയമനം ഉണ്ടാകണമെന്നില്ല.
ആരെങ്കിലും ഒരാൾ പരിധി ലംഘിച്ചാൽ ബാക്കി എല്ലാവരും അതിലേക്ക് വലിച്ചെറിയപ്പെടും. ഗൾഫിൻ്റെ ചരിത്രം തിരുത്തിക്കുറിക്കാൻ പോകുന്ന ഒന്നായിരിക്കാം വരാനിരിക്കുന്ന ഈ ജലയുദ്ധം. എണ്ണയുടെ പേരിലുള്ള യുദ്ധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ജീവൻ്റെ അടിസ്ഥാനമായ വെള്ളത്തിനു വേണ്ടിയുള്ള യുദ്ധം എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടി വരും. ഇനി നമുക്ക് കുറച്ചുകൂടി പിന്നിലേക്ക് പോകാം. 1950-കൾക്ക് മുൻപുള്ള ഗൾഫ് മേഖല ഇന്നത്തെ പോലെ ആഡംബര നഗരങ്ങളുടെ നാടായിരുന്നില്ല. അന്ന് ജനസംഖ്യ വളരെ കുറവായിരുന്നു. പ്രകൃതിയിലുള്ള ചെറിയ ജലസ്രോതസ്സുകൾ കൊണ്ട് അവർക്ക് ജീവൻ നിലനിർത്താൻ കഴിഞ്ഞിരുന്നു. ഇത്തരമൊരു അടിയന്തര സാഹചര്യമുണ്ടായാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, തങ്ങളുടെ ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കുക. അതായത് മാസങ്ങളോളം ഉപയോഗിക്കാനുള്ള വെള്ളം ഭൂമിക്കടിയിലോ വലിയ ടാങ്കുകളിലോ സംഭരിച്ചു വെക്കുക. ഇതിനായുള്ള പദ്ധതികൾ ചില രാജ്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവ പൂർണ്ണമാകാൻ വർഷങ്ങളെടുക്കും. രണ്ടാമതായി, വൻതോതിൽ പണം ചെലവഴിച്ച് ഭൂഗർഭ ജലശേഖരം കൃത്രിമമായി പുനരുജ്ജീവിപ്പിക്കുക. അതായത് മഴവെള്ളമോ ശുദ്ധീകരിച്ച വെള്ളമോ ഭൂമിക്കടിയിലേക്ക് ഇറക്കിവിട്ട് ഭൂഗർഭജലത്തിൻ്റെ അളവ് കൂട്ടുക. ഇതും വളരെ സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. മൂന്നാമതായി, ആണവോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പ്ലാന്റുകൾ സ്ഥാപിക്കുക. വൈദ്യുതി തടസ്സപ്പെട്ടാലും പ്ലാന്റുകൾ പ്രവർത്തിക്കാൻ ഇത് സഹായിക്കും. UAE ഇതിനായുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ പരിഹാരം